ഡിയർ സ്റ്റുഡൻസ്, +1 ഇക്കണോമിക്സിന് 2023 വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 സ്കോറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാൽക്കുലേറ്റ് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മീനും മീഡിയനും മോഡും ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മീനും മീഡിയനും മോഡും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് എടുത്തെഴുതുക. ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിലേക്ക് എടുത്തെഴുതണം. മാർക്സ്, ദെൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രീക്വൻസിയാണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, മാർക്സ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. മാർക്സ് 0, 10, 10, 20, 20, 30, 30, 40, 40, 50, 50, 60, 60, 70, 70, 80. ഇനി ഫ്രീക്വൻസിയാണ്, കുട്ടികളുടെ എണ്ണമാണ്. 5, 15, 18, 12, 20, 15, 7, 3. ഇതിൻ്റെ ടോട്ടൽ കാണണം. ടോട്ടൽ 95. ഇനി എഫക്ട്സ് കാണണം. ഇനി ഇതിൻ്റെ മിഡ് എക്സ് കാണണം. ഇതിൻ്റെ മിഡിലിൽ കിടക്കുന്നതാണ് മിഡ് എക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അതായത് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 ആണ്. 0, 10 കൊണ്ട് കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 0, 10 കൊണ്ട് കൂട്ടിയാൽ 10, 10 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5. ഇനി 10 വീതമാണ് ഇവിടെ കൂട്ടി ഇവിടെ 10 വീതമാണ് കൂട്ടി പോകുന്നത്. അപ്പോൾ 10 വീതം കൂട്ടി എടുത്താൽ മതി. 15, 25, 35, 35, 45, 55, 65, 75. അതായത് 70-നും 80-നും ഇടയ്ക്കിരുന്ന 75. ഇനി അടുത്ത സ്റ്റെപ്പ് എഫക്ട്സ്. അതായത് ഇതിനെ ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. ഇത് എക്സ് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ എക്സും കൂടി ഇൻറ്റു ചെയ്യുക. എഫക്ട്സ് 25 to 25. അതായത് ഇതും കൂടി ഇൻറ്റു ചെയ്തെടുക്കുന്നു. 450. അങ്ങനെ ഓരോന്നും ഇൻറ്റു ചെയ്തെടുക്കുക. 420, 900, 825, 455, then 225. ഇനി ഇതിൻ്റെ ടോട്ടൽ എടുക്കുക. ടോട്ടൽ 3525. ഇനി അരിത്തമെറ്റിക് മീനിനെ എക്സ് ബാർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. സിഗ്മ എഫ് എക്സ് ബൈ എൻ. എൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്ന് കണക്കാക്കാം. സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. ഇതാണ് സിഗ്മ എഫ്. അപ്പോൾ സിഗ്മ എഫ് എക്സ് 3525. 3525 ഡിവൈഡഡ് ബൈ 95. അപ്പോൾ അതിൻ്റെ ആൻസർ 37.11 വരും എൻ്റെ ആൻസർ. ഇനി നമുക്ക് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം. മീഡിയൻ അതിന് വീണ്ടും ഇതൊന്നുകൂടി എടുത്തെഴുതണം. മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ മീഡിയൻ ഈസ് ഈക്വൽ ടു 0, 10, 10, 20, 20, 30, then 30, 40, 40, 50, 50, 60, 60, 70, 70, 80. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതിന് ഫ്രീക്വൻസി എന്ന് പറയുന്നു. ഫ്രീക്വൻസി 5, 15, 18, 5, 15, 18, 12, 20, 15, 7, 3. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ 95 വരും. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുന്നതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. 5-നോടുകൂടി 15 കൂട്ടുന്ന 20, 20-നോടുകൂടി 18 കൂട്ടുന്ന 38, 50,
ഓരോന്ന് ഇതിനോടുകൂടി ഇതിനോടുകൂടി ഇതിന് കൂട്ടുന്നു, ഇതിനോടുകൂടി ഇത് കൂട്ടുന്നു, വീണ്ടും ഇതിനോട് ഇത്, അങ്ങനെ കൂട്ടി കൂട്ടി എടുക്കുക. 50, 70, 85, 92, 95, അവസാനം 95 കിട്ടും. ഇനി മോഡൽ ക്ലാസ് കാണണം. മീഡിയൻ ക്ലാസ് സൈസ് ഓഫ് മീഡിയൻ ക്ലാസ് കാണണം. മീഡിയൻ്റെ ക്ലാസ്സിൻ്റെ സൈസ്, അതായത് n/2 ആണ് മീഡിയൻ്റെ സൈസ് ഓഫ് n+1 ആണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അതായത് സൈസ് ഓഫ് n/2 അതായത് 95 ആണ് ടോട്ടൽ ഫ്രീക്വൻസി. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 47.5. ഈ 47.5 ഏത് ക്ലാസ്സിലാണോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉൾപ്പെടുന്നത് 50. 30, 40 അതിൻ്റെ ഫ്രീക്വൻസി 12. അപ്പം ഏത് ക്ലാസ്സിലാണോ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉൾപ്പെടുന്നത് ആ ക്ലാസ്സിനെ നമുക്ക് മീഡിയൻ ക്ലാസ് എന്ന് പറയാം. ഇനി മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ, മീഡിയൻ ഈസ് ഈക്വൽ ടു L plus n/2 minus CF/F into CF. അപ്പോൾ ഇവിടെ L ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ് 30 പ്ലസ് n/2 നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 47.5. CF എന്ന് പറയുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു മീഡിയൻ ക്ലാസ് 38/F മീഡിയൻ ഓഫ് ദി ഫ്രീക്വൻസി ക്ലാസ് ആണ് F ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെൽ. അപ്പോൾ അവിടെ ആൻസർ 30 പ്ലസ് ഇവിടെ ആൻസർ 30 പ്ലസ് 9.5 ഇൻറ്റു 10/12 കിട്ടും. അപ്പോൾ ഈസ് ഈക്വൽ ടു 37.92. ഇനി മോഡ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. മോഡ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ ഇവിടെ ഏറ്റവും കൂടിയ ഫ്രീക്വൻസി ഉള്ള ക്ലാസ്സിനെ നമുക്ക് മോഡൽ ക്ലാസ് എന്ന് എടുക്കാം. മോഡൽ ക്ലാസ് ഏറ്റവും ടോപ്പ് ഫ്രീക്വൻസി ഉള്ള ക്ലാസ്സാണ് മോഡൽ ക്ലാസ്. അപ്പം മോഡൽ ക്ലാസ് ഈസ് ഈക്വൽ ടു 40 to 50 ആണ് മോഡൽ ക്ലാസ്. ഇനി മോഡ് കാണാനുള്ള ഇക്വേഷൻ, മോഡ് ഈസ് ഈക്വൽ ടു L പ്ലസ് D1 പ്ലസ് D2. ഇത് ഏറ്റവും എളുപ്പമുള്ളൊരു ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ദി ഫ്രീക്വൻസി മോഡൽ ക്ലാസ്. 40 പ്ലസ് D1 എന്ന് പറയുന്നത് ഈ 20 നിന്ന് 12 കുറയ്ക്കുക, അത് തൊട്ട് മുമ്പുള്ള ഫ്രീക്വൻസി കുറച്ച് കിട്ടുന്നതാണ് D1 എന്ന് പറയുന്നത്. 8 ഡിവൈഡഡ് ബൈ 8 പ്ലസ് D2 എന്ന് പറയുന്നത് അതിൻ്റെ താഴത്തെ ഫ്രീക്വൻസി കുറച്ച് കിട്ടുന്നതാണ്. 20 നിന്ന് 15 പോകുന്നത് 5 ഈസ് ഈക്വൽ ടു 40 പ്ലസ് ഇൻറ്റു 10 വരും. ഇൻറ്റു 10 അപ്പം 40 പ്ലസ് 80/13. അപ്പോൾ ഇതിൻ്റെ ആൻസർ 46.15. ഇങ്ങനെ മീനും മീഡിയനും മോഡും നമുക്കൊരു 5-6 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. ഇത് ചെയ്ത് പഠിക്കുക. താങ്ക് യു.